ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതേ നിലപാടിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് അഭിപ്രായം മാറ്റിപ്പറയേണ്ട ആവശ്യമോ ഒന്നുമില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരുന്നു എന്നും ഈ വിഷയത്തിൽ മറുപടി പറയുന്നത്. അതിൽ കുറ്റാരോപിതനായ ആൾ അന്ന് പരാതിക്കാരി ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നു. നിയമം അനുസരിച്ച് അത് മുമ്പോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം. കോൺഗ്രസിൻ്റെ നിലപാട് ഒറ്റ നിലപാടേ ഉള്ളൂ. ആരോപണ വിധേയനായ ആ നിമിഷം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 2 തവണ ഒരാളെ പുറത്താക്കാൻ പറ്റില്ലല്ലോ. 1 തവണ പുറത്താക്കിയിട്ടുണ്ട്. അന്വേഷണം വരട്ടെ എന്ന് തന്നെയാണ് അന്നും കോൺഗ്രസ് പറഞ്ഞത്. പരാതിക്കാരി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് അതിൻ്റേതായ ഗൗരവത്തോടെ അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് പാർട്ടി അന്നും ഇന്നും ഒക്കെ പറയുന്നത്. അതിലൊന്നും ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പരാതിക്കാരിയുണ്ട്, തീർച്ചയായിട്ടും അത് അന്വേഷണ വിധേയമാകണം. ശരിയായ രീതിയിൽ അന്വേഷണം പോകണം. ഇപ്പോൾ സർക്കാരിൻ്റെ കോർട്ടിലല്ലേ ബോളുള്ളത്. മുഖ്യമന്ത്രിക്കാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ, ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് വേണ്ട നടപടികൾ ഉണ്ടാവട്ടെ. അത് തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ നിലപാട്.